Hi all, today I am going to talk about the guiding principles of lending of IBRD, facilities provided to members, conditions of lending and other activities of IBRD, guiding principles of lending of IBRD. IBRDയിലത്തെ ലെൻഡിങ് പ്രിൻസിപ്പിൾസിലത്തെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയണത്. ലെൻഡിങ് ഓപ്പറേഷനിലെ ബാങ്കിന് എന്തായിരിക്കും കുറച്ച് പോളിസീസ് ഉണ്ടായിരിക്കും. ലെൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബാങ്ക് ക്യാഷ് കടം കൊടുക്കുന്നതിനെയാണ് അവിടെ ലെൻഡിങ് എന്ന് പറയുന്നത്. അതിനൊരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്നാണ് പറയുക. എത്ര എമൗണ്ട് ആണോ റിസീവറിന് കൊടുക്കുന്നത് അത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. റിസീവർ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് വാങ്ങുന്നത് ഒരു പീരീഡിലേക്കായിരിക്കും. ആ പീരീഡിനുള്ളിൽ ഗിവറിന് കൊടുക്കാനുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് കൊടുത്ത് തീർക്കണം. ഇവിടെ നോക്കാൻ പോകുന്നത് ബാങ്കിൽ നിന്ന് ലെൻഡിന് കൊടുത്താൽ എന്തെല്ലാം പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഇത് വരുന്നുണ്ടായിരിക്കുക. പേയ്മെൻറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് എന്തെല്ലാമാണെന്നാണ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് വരുന്നത്, ലോൺ എടുത്തു കഴിഞ്ഞാൽ റിസീവർക്ക് റീപേയ്മെൻറ്റ് ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ബാങ്ക് പ്രോപ്പറായിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൺട്രിയുടെ പാസ്റ്റ് ഡെപ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെയെന്ന് പറയുന്നത് നെക്സ്റ്റ് ഏതെല്ലാം നേച്ചർ റിസോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നും ആ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള എക്സിസ്റ്റിംഗ് പ്ലാന്റിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ബാങ്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്. അവർക്ക് ഏതൊക്കെ ഇപ്പോൾ IBRD എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് വലിയ കൺട്രീസിലേക്കായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, കടം കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കൺട്രിയുടെ പാസ്റ്റ് ഡെപ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെയെന്ന് പറയണത് റിസോഴ്സസ്, അവർക്ക് നമ്മൾക്ക് ഏതൊക്കെ റിസോഴ്സസ് അവരിൽ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അവിടെയുള്ള എക്സിസ്റ്റിംഗ് പ്ലാന്റിൽ ഏതിനൊക്കെയാണ് പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ളതെന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, എക്കണോമിക്കലി ആൻഡ് ടെക്നോളജി ഹൈ പ്രയോറിറ്റി നേച്ചറുള്ള സ്പെസിഫിക് പ്രൊജക്റ്റുകൾക്ക് ലെൻഡിന് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാങ്കിന് ഡയറക്റ്റീവ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൊടുക്കുന്ന പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയായിരിക്കും അത് കൂടുതലായിട്ട് ലെൻഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. എഡ്യൂക്കേഷൻ, ഹൗസിംഗ് ഇതുപോലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊന്നും അവർ ലോൺ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. പവർ, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് മോസ്റ്റായിട്ടും കൊടുക്കുന്നുണ്ടായിരിക്കുക. തേർഡ് പോയിന്റ്, ഏതെങ്കിലും കൺട്രിയുടെ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് കണ്ടന്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് ലെൻഡിന് കൊടുക്കുന്നുണ്ട്. ഫോർത്ത് പോയിന്റ്, ബോറോയിങ് കൺട്രിയുടെ പർട്ടിക്കുലർ കൺട്രിയിൽ സ്പെൻഡ് ചെയ്യണമെന്നത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഏത് ബാങ്കിൽ നിന്നാണോ അവർ എടുത്തിട്ടുള്ളത് ആ ഒരു ബാങ്ക് എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് വേണ്ടിയിട്ട് തന്നെ ആ ഒരു ഇത് കൊടുത്ത് തീർക്കണം എന്നുള്ളത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പകരം ആ കൺട്രിയിൽ നിന്ന് ബോറോവേഴ്സിന് മെഷീനറി ആൻഡ് ഗുഡ്സ്, ടൂൾസ് ചീപ്പസ്റ്റ് പോസിബിൾ മാർക്കറ്റ് പ്രൈസിൽ ഫിനാൻഷ്യലായിട്ടുള്ള പ്രൊജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രൊക്യൂർ ചെയ്യാനായിട്ട് ബാങ്ക് അവിടെ നോക്കുന്നുണ്ടായിരിക്കും. ഫിഫ്ത്ത് പോയിന്റ്, ബോറോവറുമായി കണ്ടിന്യൂയിങ് ആയി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ആ കൺട്രിയുടെ ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റുമായി ടച്ച് ചെയ്ത് നിൽക്കാനും അവരുടെ പ്രോഗ്രസ്സും അതുപോലെ തന്നെ ബാങ്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. സിക്സ്ത് പോയിന്റ് വരുന്നത്, ലോക്കൽ പ്രൈവറ്റ് എൻ്റർപ്രൈസസുകളുടെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ഈ 6 പോയിന്റുകളാണ് അവിടെ IBRD ലെൻഡിങ് പ്രോസസ്സിന് പോകുമ്പോൾ അവിടെ വരുന്ന എല്ലാ കൺട്രികളുടെ കാര്യത്തിൽ നോക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് വരുന്നതാണ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ടു മെമ്പേഴ്സ്. അതായത് മെമ്പേഴ്സിന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ലെൻഡിങ് പ്രോസസ്സിങ് വരുന്ന കൺട്രീസിനാണ് അവിടെ മെമ്പേഴ്സിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാങ്ക് മെമ്പർ കൺട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ വരുന്നതാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. പിന്നെ നെക്സ്റ്റ് ഫെസിലിറ്റി വരുന്നതാണ് എൻഹാൻസ്ഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. തേർഡ് ഫെസിലിറ്റിയാണ് സ്പെഷ്യൽ ആക്ഷൻ പ്രോഗ്രാം. ഫസ്റ്റ് പോയിന്റ് വരുന്നതാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. 1985 മുതൽ IBRD ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റിയാണ് സാഫ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. ബോറോയിങ് കൺട്രീസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫെസിലിറ്റി. പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ബാലൻസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. സാഫ് ഫണ്ട്സ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ജനറൽ ഇമ്പോർട്ട്സിന് വേണ്ടിയിട്ടായിരിക്കും. എഗ്രീഡ് ഇമ്പോർട്ട്സ് ആയിട്ടുള്ള ലക്ഷറി ആൻഡ് മിലിറ്ററി ഇമ്പോർട്ട്സിന് വരെ അത് എക്സംപ്റ്റഡ് ആയിട്ടുള്ളതാണ് ഇത്. സാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2 പാർട്സ് ആയിട്ടായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ബാങ്കിൻ്റെ കണ്ടീഷൻസിൻ്റെ ബേസിലായിരിക്കും ആ 2 പാർട്സ് ആക്കുന്നുണ്ടായിരിക്കുക. 5 തൊട്ട് 7 ഇയർ വരെ റണ്ണിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ
അവർ 5 സാഫുകളുടെ സീരീസ് നടത്തുന്നുണ്ടായിരിക്കും. ആ സീരീസിൽ കൂടെ ബോറോ ചെയ്യുന്ന കൺട്രികൾക്കായിരിക്കും കൂടുതലും അവർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് ബാങ്കിൻ്റെ എയിമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫെസിലിറ്റി വരുന്നതാണ് എൻഹാൻസ്ഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. 1987 ഡിസംബറിൽ IBRD സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റിയാണ് ഇസാഫ്, എൻഹാൻസ്ഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. SDR 6 ബില്യൺ വരുന്ന റിസോഴ്സുകൾക്ക് കൺസെഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ഈ കൺസെഷൻ ഇളവോട് കൂടിയിട്ട് അവൈലബിൾ ആവുന്നത് അതിൻ്റെയൊക്കെ ചാൻസസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെമ്പർ കൺട്രീസിന് സ്പെഷ്യൽ ലോൺസും കോൺട്രിബ്യൂഷൻസും ഒക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള OPEC കൺട്രീസിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സാഫ് പോലെ തന്നെ ഇതും അതെ, ബോറോയിങ് കൺട്രിയുടെ പേയ്മെൻറ്റ് ബാലൻസ് ആക്കുന്നതിനുള്ള ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രോത്ത് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണിത്. തേർഡ് ഫെസിലിറ്റി വരുന്നതാണ് സ്പെഷ്യൽ ആക്ഷൻ പ്രോഗ്രാം. 1983 IBRD ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് സ്പെഷ്യൽ ആക്ഷൻ പ്രോഗ്രാം. മെമ്പർ കൺട്രീസിലെ കറൻറ്റ് എക്കണോമിക് എൻവയോൺമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. 4 മേജർ എലമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വരുന്നത് an expansion in lending for high priority operations that support structural adjustments, policy changes, production for export, fuller use of existing capacity and the maintenance of crucial infrastructure. അതായത് ഹൈ പ്രയോറിറ്റി ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പോളിസി ചേഞ്ചസിന് വേണ്ടിയിട്ട്, കയറ്റുമതിക്കുള്ള ഉൽപ്പാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, കറൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഫുൾ യൂട്ടിലൈസ് ചെയ്യുക, ഇതെല്ലാം ഹൈ പ്രയോറിറ്റി ആയിട്ട് വരുന്ന ഓപ്പറേഷൻസ് ആണ്. ഹൈ പ്രയോറിറ്റി വരുന്ന ഓപ്പറേഷൻസിന് സ്പെഷ്യൽ ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫെസിലിറ്റി അവിടെ മെമ്പർ കൺട്രീസിന് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് വരുന്നത് ആക്സിലറേറ്റഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് അണ്ടർ എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് ടു എൻഷുവർ ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹൈ പ്രയോറിറ്റി പ്രൊജക്ട്സ്. എക്സിസ്റ്റിംഗ് ആയതും പുതിയതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്സിന് ഉള്ള ഹൈ പ്രയോറിറ്റി പ്രൊജക്ട്സിന് ടൈമിലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെമ്പർ കൺട്രീസിന് ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും IBRD. തേർഡ് പോയിന്റ് വരുന്നത് എക്സ്പാൻഡഡ് അഡ്വൈസറി സർവീസസ് ഓൺ ദ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും എക്സ്പാൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും മെമ്പർ കൺട്രീസിന് വേണ്ടിയിട്ട്. ഫോർത്ത് പോയിന്റ് വരുന്നതാണ് എൻലിസ്റ്റിംഗ് ഫെമിലിയർ എഫേർട്ട് ബൈ അതർ ഡോണേഴ്സ് ഫോർ ഫാസ്റ്റ് ഡിസ്ബേഴ്സിംഗ് അസിസ്റ്റൻസ് ഇൻ സപ്പോർട്ട് ഓഫ് പ്രോഗ്രാംസ് ഓഫ് ദി IBRD ആൻഡ് IMF. IBRDയുടെയും IMFൻ്റെയും പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോണേഴ്സിൻ്റെ എഫേർട്ടൊക്കെ ഫെമിലിയർ ആയത് ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. ഇങ്ങനെ 4 മേജർ എലമെൻറ്റ്സ് ആണ് അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം മെമ്പർ കൺട്രീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, IBRD പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്. നെക്സ്റ്റ് പോയിന്റ് വരുന്നതാണ് കണ്ടീഷൻസ് ഓഫ് ലെൻഡിങ്ങിൽ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് വരുന്നതെന്നുള്ളത്. വേൾഡ് ബാങ്കിൻ്റെ ലെൻഡിങ് പ്രോസസ്സിലെ കണ്ടീഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് വരുന്നതാണ് ഇൻഫ്ലേഷനും ഡെഫിസിറ്റും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബോറോയിങ് കൺട്രിക്ക് എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബോറോയിങ് കൺട്രിക്ക് എഫിഷ്യൻ്റായി വരുന്ന ഒരു റെഗുലേറ്ററി മെക്കാനിസം ഉണ്ടായിരിക്കണം. മെക്കാനിസത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോളിസീസും ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. പിന്നെയെന്ന് പറയുന്നത് ഡീപൊളിറ്റിസൈസ്ഡ്, അതായത് രാഷ്ട്രീയപരമല്ലാത്ത എൻവയോൺമെൻറ്റ് ആയിരിക്കണം അവിടുത്തെ ഉണ്ടായിരിക്കേണ്ടത്. അതിൽ 2 പോയിന്റുകളാണ് വരുന്നത്. ഒന്നാമത്തെ വരുന്നതാണ് ബോറോയിങ് കൺട്രിയിൽ നിന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കൺട്രിയുടെ GDPയിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഷെയറിലും ഇൻക്രീസ് ഉണ്ടായിരിക്കണം. ഇതാണ് ലെൻഡിങ് പ്രോസസ്സിലെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് അതർ ആക്ടിവിറ്റീസ് ഓഫ് IBRDയിലത്തെ അതർ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ട്രെയിനിങ്, സെക്കൻഡ് വരുന്നതാണ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, തേർഡ് വരുന്നതാണ് ഇൻ്റർ ഓർഗനൈസേഷണൽ കോർപ്പറേഷൻ, എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച്, ഓപ്പറേഷൻസ് ഇവാലുവേഷൻ, സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ്. ഈ പോയിൻറ്റ്സ് എല്ലാമാണ് അതർ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നതാണ് ട്രെയിനിങ്. ബാങ്ക് 1956 ഒരു സ്റ്റാഫ്
കോളേജ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ആ സ്റ്റാഫ് കോളേജ് സെറ്റപ്പിൻ്റെ പേര്. ഏതെല്ലാം ഡെവലപ്പിംഗ് കൺട്രീസിലെ മെമ്പേഴ്സാണോ ഉള്ളത് ആ മെമ്പേഴ്സിലെ സീനിയർ ഒഫീഷ്യൽസിനാണ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇത് അവരുടെ എക്കണോമിക്സിനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാഷിങ്ടൺ ഡിഫറെൻറ്റ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി സെമിനാർസ് EPI ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാമാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് പോയിൻ്റാണ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. 2 ബോർഡ് കാറ്റഗറീസാണ് ടെക്നിക്കൽ അസിസ്റ്റൻസിനുള്ളത്. ഫസ്റ്റ് വരുന്നതാണ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയി ഫീസിബിലിറ്റി സ്റ്റഡീസ്, എഞ്ചിനീയറിംഗ് ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ സൂപ്പർവിഷൻ. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതിൽ വരുന്നത് ഡയഗ്നോസ്റ്റിക് പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡീസ്, മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ്. ടെക്നിക്കൽ അസിസ്റ്റൻസിൽ സൂപ്പർവിഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസസ്, എനർജി, പവർ, ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ സപ്ലൈ, ഇൻഡസ്ട്രി എക്സെട്ര ഇതിനെല്ലാം ഫണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പോയിൻ്റ്. IBRD ഫിനാൻസ്ഡ് പ്രൊജക്ട്സിന് എക്സിക്യൂട്ടിംഗ് ഏജൻസി ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഏജൻസി യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ അണ്ടറിലാണ് വരുന്നുണ്ടായിരിക്കുക. ഇതാണ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർ ഓർഗനൈസേഷണൽ കോർപ്പറേഷൻ. IBRD ഇൻ്റർ ഓർഗനൈസേഷണൽ കോർപ്പറേഷനായി എൻഗേജ്ഡ് ആണ്. IBRDയും അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് തമ്മിലുള്ള സഹകരണവും കോർപ്പറേഷനും അതുപോലെ തന്നെ കോർപ്പറേറ്റീവ്സ് പ്രോഗ്രാംസ് ആയിട്ടുള്ള FAO, പിന്നെ UNESCO, WHO, UNCTAD അതുപോലെയുള്ള പ്രോഗ്രാംസിൻ്റെ ഫോർമലായിട്ട് വരുന്ന എഗ്രിമെൻസിൻ്റെ എല്ലാം സഹകരണം കൂടിയാണ് ഇതിൽ കൊണ്ടുവരുന്നത്. അതാണ് ഇൻ്റർ ഓർഗനൈസേഷണൽ കോർപ്പറേഷൻ. നെക്സ്റ്റ് പോയിൻ്റാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച്. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബഡ്ജറ്റിൻ്റെ 3% എക്കണോമിക്കിനും അതുപോലെ തന്നെ സോഷ്യൽ റിസർച്ചിനും വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. 1983 ലീഡർഷിപ്പും ഗൈഡൻസിനും അതുപോലെ തന്നെ കോർപ്പറേഷനും ഇവാലുവേഷനും വേണ്ടിയിട്ട് ഈ റിസർച്ചുകളുടെ എല്ലാം ഇവാലുവേഷനും കോർപ്പറേഷനും ഗൈഡൻസിനും ലീഡർഷിപ്പിനെല്ലാം കൂടിയിട്ട് ഒരു റിസർച്ച് പോളിസി കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഉണ്ടായത്. കൗൺസിലിനെ അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് അഡ്വൈസറി ഗ്രൂപ്പും അത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്കിൻ്റെ റിസർച്ചേഴ്സും അതുപോലെ തന്നെ ഔട്ട്സൈഡ് റിസർച്ചേഴ്സും എല്ലാം കൂടിയിട്ട് റിസർച്ച് ആക്ടിവിറ്റീസ് അവർ കൂടുതൽ കൈകാര്യം ചെയ്യാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും കൂടി കൊളാബറേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റിസർച്ചേഴ്സ് പ്രൊജക്ട്സ് അതുപോലെ തന്നെ ജേണൽ, ബുക്ക് അങ്ങനെയൊക്കെയായിട്ടാണ് ഒരു ഇത് റിസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അവിടെ എന്താണ് വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടായിട്ട് എല്ലാ വർഷവും അത് അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേഷൻസ് ഇവാലുവേഷൻ. ബാങ്ക് അസിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളുടെ ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം ബോറോവേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഇവാലുവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ്. അതായത് കൺട്രീസ് തമ്മിലുള്ളതും പിന്നെയെന്ന് പറയുന്നത് മറ്റുള്ള കൺട്രികളുടെ നാഷണൽസ് തമ്മിലുള്ള തർക്കങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള തർക്കങ്ങളെല്ലാം സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സെൻറ്റർ ബാങ്ക് സെറ്റപ്പ് ചെയ്തു. അങ്ങനെ അവർ സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്, പിന്നെ ഈജിപ്തും UKയും തമ്മിൽ ഉണ്ടായിട്ടുള്ള സ്യൂസ് കനാൽ ഡിസ്പ്യൂട്ട്. ഇതെല്ലാം അവർ സെറ്റിൽ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ് ആണ്. ഇത് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സെൻറ്റർ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ദി വർക്കിംഗ് ഓഫ് വേൾഡ് ബാങ്ക്. IBRD തൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള റീകൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിലും സക്സസ്ഫുള്ളായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്ന യൂറോപ്പിനെ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്രോത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ളതും ഡെവലപ്പിംഗ് കൺട്രീസിനും വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1970 ലെൻഡിങ് കൺട്രീസിനും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഉള്ള കൺട്രീസിനും പ്രൊഡക്ടിവിറ്റി റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടെല്ലാം ലെൻഡിങ് പ്രോസസ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്.
2000 $18.5 ബില്യൺ ലോൺ IBRDയുടെ ടോട്ടല്. മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള ലാറ്റിൻ അമേരിക്ക, കരീബിയൻ അവർക്കെല്ലാം 22%, പിന്നെ യൂറോപ്യൻ ആൻഡ് സെൻട്രൽ ഏഷ്യ 16%, ഈസ്റ്റ് ഏഷ്യ ആൻഡ് പസഫിക് 16%, ആഫ്രിക്ക 12%, സൗത്ത് ഏഷ്യ 11%, മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക 5%, ബാക്കിയുള്ള അതർ കൺട്രീസിനെല്ലാം 18% ഒക്കെ ലെൻഡിങ്ങിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെമ്പർ കൺട്രീസിനും അതുപോലെ തന്നെ ബോറോയിങ് കൺട്രീസിനൊക്കെ റീപേയ്മെൻറ്റ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ സർവീസസും അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ IBRD കൂടുതലും അത് ഫണ്ടുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും അത് ബോറോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ കൊണ്ട് എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും എൻകറേജ് ചെയ്യുന്നുണ്ട്. കടം കൊടുക്കുന്നതിന് മുമ്പായിട്ട് പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഗ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ഡെവലപ്പിംഗ് കൺട്രീസിന് വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അഗ്രികൾച്ചർ, ഇറിഗേഷൻ, പവർ, ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ ഇതിനെല്ലാം കൂടിയിട്ട് ലോൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് എക്കണോമിക് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. മേജർ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ അവിടെ ഒരു മീഡിയേറ്ററായിട്ട് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും ഡിഫറെൻറ്റ് കൺട്രീസിൽ. ബാങ്കിൻ്റെ റോള് എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്പ്യൂട്ട് എന്തൊക്കെയാണോ അതൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാങ്കുകൾ ഒരു മീഡിയേറ്ററായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെ നേട്ടങ്ങൾ ബാങ്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെ കുറച്ച് പേരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് കൂടുതലും അത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതൊരു ആർഗ്യുമെൻ്റായിട്ട് വരുന്നുണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് കൂടുതലും അത് ബാങ്ക് ഫെയിലിയർ ആവുക എന്നുള്ളത് ഒരു ആർഗ്യുമെൻ്റ് വരുന്നുണ്ട്. തേർഡ് പോയിൻ്റ്, റീപേയിങ് കപ്പാസിറ്റി കൂടുതലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം അവിടുത്തെ പ്രൊസീജിയേഴ്സ്, ലെൻഡിങ് പ്രൊസീജിയേഴ്സ് അവിടെ കൂടുതൽ ഫോൾട്ടി ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇത് അവിടെ എന്തിനു നോക്കിയിട്ടായിരിക്കും റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എല്ലാ കൺട്രീസിനും ഇത് അവൈലബിൾ ആകുന്നുണ്ടായിരിക്കില്ല. അവിടെ അവർ രണ്ട് കൺട്രീസിനും തമ്മിൽ അവിടെ വേർതിരിച്ച് കാണുന്നതിനുള്ള ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്. ഫിഫ്ത്ത് പോയിൻ്റ് വരുന്നത് ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. പർപ്പസ് വൈസ് ആയാലും റീജിയൻ വൈസ് ആയാലും അതൊരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഫിഫ്ത്ത് പോയിൻ്റ് വരുന്നതാണ് ലോൺ ഗ്രാൻഡ് ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് വരുന്നുണ്ട്. സിക്സ്ത് പോയിൻ്റ്, സ്പെസിഫിക് പ്രൊജക്റ്റിനായിരിക്കും കൂടുതലും അത് ലോണ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അവിടെ ജനറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുക്കുന്നുണ്ടായിരിക്കില്ല. കടം വാങ്ങുന്ന കൺട്രി അവരുടെ കറൻസിയിൽ, അതായത് സെവൻത്ത് പോയിൻ്റ് വരുന്നത് ഇപ്പോൾ കടം കൊടുക്കുകയാണ്, ബാങ്ക് കടം കൊടുക്കുമ്പോൾ ഏത് കറൻസിയിലാണോ ബാങ്ക് കടം കൊടുക്കുന്നത് ആ കറൻസിയിൽ തന്നെ അവിടുന്ന് റീപേയ്മെൻറ്റും വേണം എന്നുള്ളൊരു ഡിഫിക്കൽട്ടി കൊണ്ടുവരുന്നുണ്ട്. എയ്ത്ത് പോയിൻ്റ് വരുന്നത് കൂടുതലും അഗ്രികൾച്ചർ, പിന്നെ ഒക്യുപ്പേഷൻസ് അതുപോലെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ് കൂടുതലും അത് ലോൺസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ ബേസിക്കായിട്ട് വരുന്ന ഇൻഡസ്ട്രീസിന് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇതെല്ലാമാണ് വേൾഡ് ബാങ്കിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൺട്രീസിനൊന്നും ഇത് അക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നുണ്ടായിരിക്കില്ല. അവരുടെ ഫിനാൻഷ്യൽ ഇമ്പോർട്ടൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. ചില സമയത്തൊക്കെ ഹെൽപ്ലെസ് ആയി പോകുന്നുണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസിനും അതുപോലെ തന്നെ ഡെവലപ്ഡ് നേഷൻസിനും എല്ലാതും വേണ്ടിയിട്ട് ഈ ഒപ്പീനിയൻസൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വേൾഡ് ബാങ്കിനുണ്ട്. താങ്ക് യു.